തന്നെയും തന്റെ സമുദായത്തെയും അപകീർത്തിപ്പെടുത്തുവാൻ ചില കോണുകളിൽ നിന്ന് വ്യാപകമായ രീതിയിൽ ശ്രമം നടക്കുന്നതായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ലീഗിനെതിരെ സംസാരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിനെതിരെയാണ് താനെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും നടക്കുന്നതായും അദ്ദേഹം പറയുന്നു. ഒരു സാമൂഹ്യ നീതി വേണമല്ലോ. ഇവർ ഭരണത്തിൽ ഇരുന്നപ്പോൾ സാമൂഹ്യ നീതി നടപ്പിലാക്കിയോ ലീഗ്? അതിന് സർവേ എടുക്കാനും പഠിക്കാനും ഒരു കമ്മീഷൻ വെച്ച് ഇവരുടെ ഭരണകാലത്ത് സാമൂഹ്യ നീതി നടപ്പിലാക്കിയോ ഇല്ലയോ എന്നൊരു ആത്മപരിശോധന നടത്താൻ ഞാനവർ വെല്ലുവിളിക്കാനവരാ. എൻ്റെ കൂടെ നിൽക്കുന്നതിൽ പലരും തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണ്. ഈ മുസ്ലിം സമുദായം മൊത്തമായി ഈ വിദ്വേഷം പരത്താവുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ തിരിച്ചു വിട്ടുകൊണ്ട് ഒരു മതവിദ്വേഷം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് മതസൗഹാർദ്ദം ഇല്ലാതാക്കി മതസൗഹാർദ്ദമില്ലാതെ കലഹം ഇവിടെ ഉണ്ടാക്കാൻ ഒരു കുൽസിത ശ്രമമാണ് ഇന്നിപ്പോൾ ലീഗ് നടത്തിക്കൊണ്ടിരുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണമോഷണ കേസിലെ SIT അന്വേഷണത്തിൽ സർക്കാർ നിലപാടിനോട് പൂർണ്ണ യോജിപ്പാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് NSS എടുത്ത നിലപാട് അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. കാരണം സർക്കാരും അതുപോലെ കോടതിയും വളരെ ആത്മാർത്ഥമായിട്ട് ആ കാര്യത്തിൽ ഇടപെട്ട് അതിൻ്റെ കുറ്റക്കാരെ കണ്ട് ശിക്ഷ ശക്തമായി മുമ്പോട്ട് പോകുന്നുണ്ട്. ആ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ ആരെയും കുറ്റം പറയാൻ തയ്യാറില്ല. പിണറായി ഭരണകാലത്ത് ഒരു വർഗീയ ലഹളയും നടന്നിട്ടില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. ഭൂരിപക്ഷം നേടി മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിലെത്തുമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. ഈ പിണറായിയുടെ ഭരണം 2 കൊല്ലം കഴിഞ്ഞു. ഒരു കാര്യമുണ്ട്, ഒരു അക്രമവും അതിക്ഷേപങ്ങളൊന്നും ഒരു സമുദായ തുല്യത പാലിച്ചുകൊണ്ടും അദ്ദേഹം തന്നെ എത്രയോ മുസ്ലിം സമുദായത്തെ സഹായിച്ചും സഹകരിച്ചും കാന്തപുരമായിട്ട് എല്ലാം തന്നെ നല്ല സൗഹാർദ്ദത്തിലല്ലേ പോയത്. ഇപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരു മതസൗഹാർദ്ദമില്ലാതെ മതവിദ്വേഷവും മതകലഹമോ ഒരു മാറാടോ ഇവിടെ നടന്നോ? ഒന്നും നടന്നില്ല. അപ്പം ഇനിയും അതുപോലെ സമാധാനവും ശാന്തതയും ഇവിടെ നിലനിൽക്കണം. കൈരളി ന്യൂസ്, ആലപ്പുഴ.